ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും വല്ലവനായ ദൈവം ഒരുക്കിയ വൻകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ചൂരച്ചെടിയുടെ തടലിൽ ഏലിയാവ് കിടന്നുറങ്ങുകയാണ്. പിതാക്കന്മാരെ കൊണ്ട് നല്ലവനല്ല എന്ന് പറഞ്ഞുകൊണ്ട്, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട്, ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ആരും കാണരുതെന്ന് പറഞ്ഞുകൊണ്ട്, ഈസബെല് കാണരുതെന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ ആരും അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു ഭക്തൻ ആ ചൂരച്ചെടിയുടെ തണലിൽ മറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഓർക്കുക, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ട് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി വന്നിട്ടും ഇന്നും മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ കർത്താവ് ഞാൻ മടുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ അതിന്റെ മധ്യേ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഇവിടെ ഏലിയാവ് മടുത്തു എന്ന് പറയുകയാണ്. പ്രാർത്ഥന എന്നായിരിക്കുന്ന ഏലിയാവ്, ആകാശത്ത് നിന്ന് അവൻ തീയിറക്കുവാൻ പ്രാർത്ഥിച്ച ഏലിയാവ് ഇപ്പോൾ മടുത്തു എന്ന് പറയുക. കഴിഞ്ഞ നാളുകളിൽ ചില പ്രാർത്ഥന മുറിയിൽ ഇരുന്നു കൊണ്ട് രഹസ്യമായി പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനയില്ലേ, അധികാരത്തിന്റെ ചില പ്രാർത്ഥനയില്ലേ, നീ ചോദിച്ചതും ചോദിക്കാത്തതുമായ ചില അനുഗ്രഹങ്ങൾ സ്വർഗത്തിന് ദൈവം നിനക്ക് തന്നില്ലേ, ഇപ്പോൾ നീ മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടുന്ന വ്യക്തിജീവിതമേ, എന്റെ ദൈവം തന്നെ എഴുന്നേൽപ്പിക്കാൻ സമയമായി. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിലിരിക്കുമ്പോൾ ദൈവം അവനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ചില വഴികളൊക്കെ തുറക്കുമെന്ന് നീ വിചാരിച്ചിട്ടും അടഞ്ഞുപോയ സ്ഥാനത്ത് ഇന്ന് ദൈവാത്മാവിന്റെ ദൂത് പോലെ പറയട്ടെ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയായി. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ആരും കാണരുത് എന്ന് പറഞ്ഞ് നീ ആഗ്രഹിക്കുന്ന മേഖലകളിൽ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച ഒരു യാത്രയുണ്ട് സഹോദര, ഒരു യാത്രയുണ്ട് സഹോദരി, ഒരു യാത്ര നിനക്കായി വെളിപ്പെടുത്താൻ പോകുക. കഴിഞ്ഞ നാളിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി നീ വളരെ വളരെ ആഗ്രഹിച്ചു വിളിച്ചതോ, കഴിഞ്ഞ നാളുകളിൽ നീ വളരെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത് വിളിച്ചതോ, എന്നിട്ട് വഴി അടഞ്ഞു പോയെങ്കിൽ ഇന്ന് ഓർക്കുക, ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു: നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന്. അതെ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. അതായത് താമസമില്ല, നിനക്കൊരു ദൂരയാത്ര ദൈവം തരാൻ പോകുക. അടഞ്ഞു പോയ ചില വഴികളെ സ്വർഗത്തിന് ദൈവം നിനക്ക് തുറന്നു തരുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ.